Do you know where he is? Okay. When he's back, can you please tell him to call me? I'm Tara. Thank you. എവിടെയാ പോയിരിക്കുന്നെ? ഇനിയും തിരിച്ചു വന്നില്ല. മോളെ നിന്റേതായിട്ടുള്ള ചെറിയ മിനുക്ക് പണികൾ നടത്തിയ ന്യൂ ഇയർ ഡ്രസ് ആക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? കളർ ഇഷ്ടപ്പെട്ടോ? പപ്പയ്ക്ക് ഇപ്പൊ എവിടുന്നാ കാശ് കിട്ടിയേ? ഇതിന് അത്രയ്ക്ക് വലിയ കാശൊന്നും ആയിട്ടില്ല. എന്നാലും ഇതിനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. പുതിയ ജോലിന്ന് കിട്ടിയതായിരിക്കും അല്ലേ? അങ്ങനെ കൂട്ടിക്കോ. സ്കൂട്ടർ വർക്ക്ഷോപ്പിലാണെന്നല്ല പറഞ്ഞേ? അതെ. പപ്പ എപ്പ തൊട്ടാ കള്ളം പറയാൻ തുടങ്ങിയേ? പപ്പ ഇന്റർവ്യൂ മിസ് ചെയ്തല്ലേ? എന്താ കാര്യം? ഞാൻ മറന്നുപോയി. മറന്നുപോയതൊന്നും അല്ല, പപ്പയ്ക്ക് ഇഷ്ടമല്ല ജോലി ചെയ്യാൻ. ഇവിടെ ഇങ്ങനെ ഓരോന്നോർത്ത് ചടഞ്ഞിരുന്ന് ശീലിച്ചു പോയി, അതാ കാര്യം. സ്കൂട്ടർ വർക്ക്ഷോപ്പിലായതും പുതിയ ജോലി കിട്ടിയെന്നൊക്കെ എന്നോട് കള്ളം പറഞ്ഞ എന്തിനായിരുന്നു? നീ എന്താ പറയുന്നത്? ഞാൻ വേണമെന്ന് വെച്ച് ഇന്റർവ്യൂവിന് പോവാതിരുന്നു എന്നാണോ? അതെ, പിന്നല്ലാണ്ട്. നീ പപ്പയെ ചോദ്യം ചെയ്യാറുമായി. നിനക്കെല്ലാം അറിയാം. ജോലിയുണ്ട്, ശമ്പളമുണ്ട്. ഇപ്പൊ പപ്പയെ വേണ്ട. പപ്പ എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ പറയണേ? പറയും. നീ വലിയ വിദ്യാഭ്യാസമുള്ളവള്, ഞാൻ പഠിപ്പില്ലാത്തവൻ. നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നീ താനെ പൊട്ടി മുളച്ചുണ്ടായതൊന്നും അല്ല. പപ്പ എന്തിനാ ഇങ്ങനെ ചൂടാവണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്റർവ്യൂവിന്റെ അന്ന് അമ്മയുടെ വീടിനടുത്തുള്ള ഇടവഴി വെച്ച് ബിന്ദു ചേച്ചി പപ്പയെ കണ്ടായിരുന്നു. അമ്മ ഇനി വരില്ല പപ്പ, ഒരിക്കലും തിരിച്ചു വരില്ല. പപ്പയ്ക്ക് അതിനിയും മനസ്സിലായിട്ടില്ല. എന്തിനാ വെറുതെ ഇങ്ങനെ? എനിക്കിഷ്ട സ്നേഹ അതാ. എനിക്കിഷ്ടല്ലാഞ്ഞിട്ടാ? പപ്പയ്ക്ക് മാത്രമേ സ്നേഹമുള്ളൂ അമ്മയോട്. അമ്മ ഇതുപോലെ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല. അന്ന് ഈ വീട് വിട്ട് അമ്മ ഇറങ്ങി പോകുമ്പോ ഞാൻ 6ാം ക്ലാസ്സില്. അന്നേ എനിക്കെല്ലാം അറിയായിരുന്നു. പക്ഷെ 50 വയസ്സായിട്ടും പപ്പയ്ക്ക് ഇതുവരെ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിട്ടില്ല. കഴിഞ്ഞു പോയത് തന്നെ ഓർത്ത് വേറത്തെ ജീവിതം പഴക്കുന്ന എന്തിനാ പപ്പ? അമ്മ നമ്മളെ വിട്ടു, നമ്മൾ ഇനി അമ്മയെ വിട്ടിട്ടില്ല. ഇതൊക്കെ വിധിയാ പപ്പ. ഒന്നും പപ്പയുടെ തെറ്റല്ല, നമ്മുടെ ആരുടെയും തെറ്റല്ല. ഞാനൊരു കണ്ണുപൊട്ടനായിരുന്നു. എന്റെ മോള് വേണ്ടി വന്നു കാര്യങ്ങൾ പറഞ്ഞു തരാൻ. കണ്ണുപൊട്ടന് താടിയൊക്കെ ആയി. ഒന്ന് ഷേവ് ചെയ്. വാ.
ഇന്നലെ തിരിച്ചു വന്നില്ലേ? വന്നു. ഫോൺ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ബോർഡ് മീറ്റിങ്ങും മറ്റും. ഞാൻ ഒരുപാട് തവണ വിളിച്ചു, മെസ്സേജ് അയച്ചു. കിട്ടിയില്ല. നോ ഐ ഡിഡ്ന്റ്. കാലത്ത് ഞാൻ വെയിറ്റ് ചെയ്തു എവിടെ? പാർക്കിംഗ് ലോട്ടിൽ. ഞാൻ കണ്ടു, ശ്യാമ എന്നെ കണ്ടെന്ന് കരുതിയ. ഞാൻ കണ്ടില്ല. ന്യൂ ഇയർ പാർട്ടിയുടെ കാര്യം എന്തായി? I'm having a bad day. Can we talk later? ഇവിടെ വെച്ച് വേണ്ട. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ന്യൂ ഇയർ പാർട്ടിക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നുണ്ടോ? താര, come on. I want to hear you. താര, Say it. Hurry. ന്യൂ ഇയർ പാർട്ടിക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നുണ്ടോ? please. Say it. അത് ഒരു മാസം മുമ്പേ ഞാൻ മറ്റൊരാളോട് കമ്മിറ്റ് ചെയ്ത് പോയി. വെറുതെ കള്ളം പറയാ. You are a liar. No, I'm not lying. എന്നോട് സത്യം പറയാനുള്ള ഗട്സ് ശ്യാമിനില്ല. Just say it. What do you want me to say, താര? ഞാൻ എന്താ പറയണ്ടേ? എന്റെ കൂടെ പാർട്ടിക്ക് വരാൻ ശ്യാമിന് കുറച്ചില്ല. It's not like that. ശ്യാമിന്റെ ഗോഡ് ഡാം റിച്ച് ഫ്രണ്ട്സിന് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശ്യാമിന് അവരെ പേടിയാ. Get afraid. Just say that and tell me the truth. താര, you don't understand. It has nothing to do with you. താര. Hey.